സഹിക്കാൻ പറ്റില്ല വെച്ചാല് പിന്നെന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ച് ഈ നിമിഷം നമുക്ക് പിരിയാം. നിന്റെ താളത്തിനൊത്ത് തുള്ളാനേ മരണം വരെ എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഇപ്പൊ എന്നെ വഴിയിൽ ഇറക്കി വിടാമെന്ന് കരുതണ്ട. മരണം വരെ ഈ ബന്ധം ഒഴിയാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേത്. ഉടുമ്പ് പിടിച്ചതുപോലെയാണല്ലോ ഈ പണ്ടാറ എന്നെ പിടിച്ചേക്കണത്. സുധാകരേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തിനാ? സർക്കസ് കളിക്കാനാ? ദേ, നിന്റെ മനസ്സിൽ 100,000 ദുഷ്ടത്തരങ്ങളുണ്ട്. പിന്നെ നിനക്ക് തന്നെ പിടിയില്ലാത്ത ചീപ്പ് കോംപ്ലക്സും ആവശ്യത്തിന് വട്ടും. എന്ത് ധൈര്യത്തിനാണ് ഞാൻ ഇതൊക്കെ എടുത്ത് എന്റെ തലയെ കയറ്റി വെക്കണേ? 11 പെട്ടികൾ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ലേ? അതിലേതെങ്കിലും ഒന്നിന്റെ ഉള്ളില് ആരുടെയെങ്കിലും ഫോട്ടോ സുധാകരേട്ടൻ കണ്ടോ? കണ്ടു നോക്കണം, അപ്പൊ അറിയാം സുധാകരേട്ടൻ അതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന്. അത് കണ്ടപ്പോ എന്റെ തലയ്ക്ക് തീ പിടിച്ചാണോ തെറ്റ്? അല്ലാത്തപ്പോഴും നിന്റെ തലയ്ക്ക് തീ പിടിക്കാറുണ്ടല്ലോ, അപ്പോഴോ? അതെനിക്കറിയില്ല. മനഃപൂർവ്വം ഞാൻ എന്റെ തലയ്ക്ക് ഒരിക്കലും തീ വെക്കാറില്ല. പെട്ടിയിൽ വേറൊരാളുടെ ഫോട്ടോ കാണുന്നതൊക്കെ സാധാരണയാ. ഒന്ന് കണ്ടുപോയി വിചാരിച്ച് ഞാൻ നിന്നെ പോലെ വാളെടുക്കാനൊന്നും പോണില്ല. എനിക്കതൊക്കെ സാധാരണയാ. എനിക്കിതൊന്നും സാധാരണയല്ല. ഞാനിത് സമ്മതിക്കില്ല, എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. എന്നാ പിന്നെ പറഞ്ഞു തൊലക്കടി. ഞാൻ എന്താണ് വേണ്ടത്? നമുക്ക് വീട്ടിലേക്ക് പോവാം പ്ലീസ്. സുധാകരൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അമ്മയോട് ബെറ്റ് വെച്ചിരുന്നു. അതിന്റെ തെളിവായിട്ട് എന്നെ കൂട്ടാൻ സുധാകരൻ ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായി? ഞാൻ ജയിച്ചില്ലേ? നമുക്ക് പോവാന്നേ പ്ലീസ്. ഇനി നിന്നെ തെറി വിളിക്കുവോ? ഇല്ല. അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവോ? ഇല്ല. എന്റെ അമ്മയെ നന്നായി നോക്കുവോ? അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. അല്ല, വേറൊരാൾ നോക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഇഷ്ടമാവണ്ട, എന്നാലും നോക്കുവോ? ആ, നോക്കും. നടക്ക്. ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ? എന്താ? ഇനി വേറെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോവോ? ഇല്ല. തീർച്ച? തീർച്ച. ഒരുമാതിരി അലവലായിത്തരം കാണിക്കുന്നത് സൂക്ഷിച്ചു വേണം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചില്ലടി നിന്റെ നട്ടപ്രാന്തോടെ കാണിക്കേണ്ടത്. കയ്യിൽ കിട്ടുന്ന മുഴുവെടുത്ത് കിണറ്റിലിടാനേ നിന്റെ മുത്തപ്പൻ സമ്പാദിച്ച് എടുത്തിട്ടല്ലേ ഞാൻ കുടുംബം പോറ്റുന്നത്. ഉണങ്ങാനിട്ടിരുന്ന നെല്ല് കൊത്തി തിന്നാൻ വന്ന കോഴിയെ ഞാൻ ഓടിച്ചത് തെറ്റാ. കിണറ്റില് ബക്കറ്റ് വീഴാൻ നേരം അത് പിടിക്കാൻ ചെന്നപ്പോ അറിയാതെ എന്റെ കൈ തട്ടിയിട്ടാ തുണികൾ കിണറ്റ് വീണത്. ഞാനെന്ത് വെച്ചു? വേണമെന്ന് വെച്ചിട്ടല്ലേ ഭദ്രകാളി നീ രണ്ടാമത് ബക്കറ്റ് കൂടി എടുത്ത് കിണറ്റിലിട്ടത്. ബാക്കിയുള്ളവരുടെ മുമ്പ് വെച്ച് എന്നെ എന്തിനാ ചീത്ത പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കിണറ്റിലിട്ടത്. അതിനെത്ര കടന്ന് തുള്ളാനൊന്നുമില്ല. അധികം ആഴയില്ലാത്ത കിണറാ. ഇറങ്ങിയെടുക്കാൻ ഇത്തിരി ആണത്തം വേണമെന്നേ ഉള്ളൂ. നീ നിന്നെ ഞാൻ നിന്റെ ഒരു ഒട്ടുക്കലത്ത നിന്റെ പെട്ടി കൊണ്ടോറടങ്ങാനായിട്ട്. നിങ്ങൾ എന്ത് പ്രാന്തമായി കാണിക്കണേ? ഞാൻ ഈ വീടിനെ തീ വയ്ക്കാൻ പോവാ. നന്നായി. ഈ ചെറുത്താന്റെ പ്രാന്ത് ഇന്നത്തോട് കൊടുത്തിരുന്നു. ആ പൊട്ടിച്ചോ, എല്ലാം പൊട്ടിച്ചോ. എനിക്കൊരു ചുക്കും ഇല്ല. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, വരൂ. കേട്ടില്ലേ?